പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. UAE-യും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരവും നിക്ഷേപവും വർദ്ധിച്ചെന്ന കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളുടെയും സഹകരണം പുതിയ വഴിത്തിരിവിലെന്നും മന്ത്രി. ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരത്തിലെത്തി. വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും തോത് വർദ്ധിച്ചുവെന്ന് ഫിൻടെക്, ഇൻഫ്രാസ്ട്രക്ചർ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ഉയർത്തിക്കാട്ടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ദുബായിലെ സിംബയോസിസ് ഇന്റർനാഷണൽ ക്യാമ്പസിന്റെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ പുതിയ തുടക്കമായിരുന്നെന്ന് ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ തലങ്ങൾ പുതിയ തലത്തിലാണ്. ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പുനരുപയോഗ ഊർജം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം, സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണം പുതിയ വഴിത്തിരിവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. UAE-യുടെ വിദേശകാര്യമന്ത്രി H ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ആഗോളതലത്തിലെ സംഭവ വികാസങ്ങളും വിവിധ മേഖലകളിൽ ഇന്ത്യ UAE സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ശ്രീലങ്കൻ പാർലമെന്റിൽ ഇടതു തരംഗം. അനുരകുമാര ദിസനായകയുടെ NPP-ക്ക് മിന്നും വിജയം. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാകുമാര ദിസനായകയുടെ ഇടതു സഖ്യത്തിന് വിജയത്തിളക്കം. ഇന്ന് വോട്ടെണ്ണി തീർന്നപ്പോൾ ദിസനായകയുടെ നാഷണൽ പീപ്പിൾസ് പവർ പ്രതിപക്ഷ സഖ്യമായ സമാഗി ജന ബാലവേഗയേക്കാൾ 62% വോട്ട് നേടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ പകുതി ഫലത്തിൽ തന്നെ കാര്യമായ മുൻതൂക്കം NPP നേടുകയായിരുന്നു. 225 അംഗ പാർലമെന്റിൽ 137 സീറ്റുകളാണ് NPP നേടിയിരിക്കുന്നത്. ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ 65% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സെപ്റ്റംബറിൽ നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ് പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ദിസനായകയ്ക്ക് 42% വോട്ടുകളാണ് നേടാനായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ നടന്ന അതിശക്തമായ ജനകീയ സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 2024 സെപ്റ്റംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ 2024 സെപ്റ്റംബർ 24-ന് ദിസനായകെ പാർലമെന്റ് പിരിച്ചുവിട്ടു. രാജപക്സെ കുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കൻ പീപ്പിൾസ് ഫ്രണ്ടിന് പിരിച്ചുവിടപ്പെട്ട പാർലമെന്റിൽ 145 സീറ്റുകൾ ഉണ്ടായിരുന്നു. SJP-ക്ക് 54 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ദിസനായകയുടെ NPP-ക്ക് 3 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിദഗ്ധരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയയിൽ തൊഴിലവസരം. ഡിസംബർ മുതൽ മേറ്റ്സ് പ്രോഗ്രാമിന് തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള കഴിവുള്ള യുവാക്കളെ രാജ്യത്ത് ജോലി ചെയ്യാൻ അനുവദിക്കുന്ന പുതിയ പദ്ധതി ഓസ്ട്രേലിയ ആരംഭിക്കും. മൊബിലിറ്റി അറേഞ്ച്മെന്റ് ഫോർ ടാലന്റ് ഏർലി പ്രൊഫഷണൽ സ്കീം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്ക് കരിയറിലെ ആദ്യകാല പ്രൊഫഷണലുകൾക്കും ഓസ്ട്രേലിയയിൽ 2 വർഷത്തേക്ക് ജോലി ചെയ്യാനുള്ള അവസരം നൽകുന്നു. 2023 മെയ് 23-ന് ഓസ്ട്രേലിയയും ഇന്ത്യയും എമിഗ്രേഷൻ ആൻഡ് മൊബിലിറ്റി പാർട്ട്ണർഷിപ്പ് അറേഞ്ച്മെന്റിൽ പ്രവേശിച്ചു. നിയമവിരുദ്ധവും ക്രമരഹിതവുമായ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ഉരുത്തിരിഞ്ഞ ഒരു ഉഭയകക്ഷി ചട്ടക്കൂടാണിത്. 30 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കും. മേറ്റ്സിന്റെ ഭാഗമായി വിസയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യത നേടുന്നതിന് ഓസ്ട്രേലിയൻ തൊഴിലുടമയുടെ സ്പോൺസർഷിപ്പ് ആവശ്യമില്ല എന്നതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. കൂടാതെ മേറ്റ്സ് പങ്കാളികൾക്ക് താൽക്കാലികമോ സ്ഥിരമോ ആയ താമസം അനുവദിക്കുന്ന മറ്റൊരു വിസയ്ക്ക് അപേക്ഷിച്ചുകൊണ്ട് ഓസ്ട്രേലിയയിൽ അവരുടെ താമസ കാലയളവ് നീട്ടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലുലുവിന്റെ ഓഹരി വിൽപ്പനയ്ക്ക് തുടക്കമായി. GCCയിലെ ഏറ്റവും വലിയ ലിസ്റ്റിംഗ് എന്ന റെക്കോർഡാണ് ലുലു സ്വന്തമാക്കിയിരിക്കുന്നത്. അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് പൂർത്തിയായതോടെ ലുലു റീറ്റെയിലിന്റെ ഓഹരി വിൽപ്പനയ്ക്ക് തുടക്കമായി. UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ബിൻ ഹസൻ, ലുലു ചെയർമാൻ MA യൂസഫ് അലി എന്നിവർ ചേർന്ന് ബെൽറിംഗ് മുഴക്കിയാണ് ട്രേഡിംഗിന് തുടക്കം കുറിച്ചത്. GCCയിലെ നിക്ഷേപകരും ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ ലുലു ജീവനക്കാരും ഉപഭോക്താക്കളും ലൈവ് സ്ട്രീമിംഗ് ചടങ്ങിന്റെ ഭാഗമായി. UAE ഉൾപ്പെടെ അറബ് രാജ്യങ്ങളിലെയും വിദേശ നിക്ഷേപകരുടെയും മികച്ച പങ്കാളിത്തമാണ് ലുലു റീറ്റെയിൽ ഓഹരിക്കുള്ളത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സൂപ്പർ സെയിലുമായി ഒമാൻ എയർ. 28 റിയാലിന് മസ്കറ്റിൽ നിന്ന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവസരം.
ഒമാന്റെ 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ ഓഫർ നൽകുന്നത്. മാലിദ്വീപ്, സൂറിച്ച്, മിലാൻ, ഫുക്കറ്റ്, മോസ്കോ, റോം എന്നിവയുൾപ്പെടെയുള്ള എയർലൈനിന്റെ നെറ്റ്വർക്കിലുടനീളം യാത്രക്കാർക്ക് ഈ ഓഫർ ആസ്വദിക്കാവുന്നതാണ്. നവംബർ 18, 19 തീയതികളിൽ നടത്തുന്ന ബുക്കിംഗുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. വൺ വേക്കും റിട്ടേണിനും ഈ പ്രമോഷൻ ലഭ്യമാണ്. നവംബർ 25 മുതൽ ഡിസംബർ 16 വരെയും ജനുവരി 20 മുതൽ മാർച്ച് 24 വരെയുമാണ് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നത്. ഒമാൻ എയർ വെബ്സൈറ്റിലൂടെയും ആപ്പിലൂടെയും ട്രാവൽ ഏജൻസികൾ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.